ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡില് ഭാമയുടെ രാഘവേട്ടൻ വീണ്ടും ഭക്ഷണം ചോദിക്കണേ. ഭാമ ആകെ ഞെട്ടിയിരിക്കണേ. രാഘവേട്ടൻ ഇതെല്ലാം മറന്നുപോയോ? ഇപ്പൊ ഭക്ഷണം കഴിച്ച് കൈ കഴുകി വന്നതല്ലേ ഉള്ളൂ. എന്റെ ഭാമ, നീ എന്തേ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഈ വയറ് കത്തിയിട്ട് വയ്യ, അത് മാറ്റാനെങ്കിലും ഒരിത്തിരി ചോറുതാ. അപ്പൊ ഭാമ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന രോഹിത്തിനെയാണ്. സുസ്മിത വഴക്ക് പറയാ, രോഹിത്തെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇവിടെ തന്നെ ഇരിക്കുന്നല്ലേ, നിനക്ക് ആവശ്യത്തിന് മദ്യപിച്ചാ പോരെ, നാളെ ആണെങ്കിലും എടുക്കാലോ. രോഹിത്ത് പറയും, എന്റെ ജീവിതമൊക്കെ തീർന്ന മട്ടാണ്, ഇനി ഞാൻ അധികകാലൊന്നും ഇങ്ങനെ പോവേയില്ല. എനിക്ക് വിഷം കഴിക്കാൻ പേടിയായതുകൊണ്ടാ ഇങ്ങനെ വലിച്ചു കയറ്റുന്നത്. ഇതാവുമ്പോ സ്ലോലി നമ്മൾ പോലും അറിയാതെ നമ്മളങ്ങ് കൊല്ലുമല്ലോ. സുസ്മിത അറിയും, ആര് പറഞ്ഞു? ഒന്ന് വീണു നോക്ക്, സകല ദൈവങ്ങളെയും വിളിക്കും, ഒന്ന് കൊന്നുതാന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ദേ, കുടിച്ച് കരള് പോയവരുടെ എത്ര കഥ നിനക്ക് കേൾക്കണം. രോഹിത്തേക്കും, നീ എന്താ എന്നെ പേടിപ്പിക്കുകയാണോ? ഞാൻ ഇനിയും കുടിക്കും. എവിടെ ഇരുന്നാലല്ലേ ഈ സാരോപദേശം കേൾക്കേണ്ടിയുള്ളൂ എന്ന് പറഞ്ഞ ബോട്ടിലെടുത്ത് രോഹിത്ത് മുകളിലേക്ക് പോവാണേ. മര്യാദക്ക് കേറാൻ പറ്റുന്നില്ല. വീഴാൻ തുടങ്ങുമ്പോ ഇത് കയറുന്നില്ലല്ലോ. സുസ്മിതയ്ക്ക് ഇങ്ങ് ദേഷ്യം വരും. ആരാ കയറേണ്ടത്? നീ അല്ലേ കയറേണ്ടത്. ഈ സമയം ശ്യാമ പപ്പിമോളും കൂടെ എവിടെ പോയി വരണേ. ഇതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. ഓട്ടോന്ന് ഇറങ്ങിയതേ ഉള്ളൂ. സുസ്മിത പറയും, ഓരോ സ്റ്റെപ്പ് വെച്ച് പോ, താഴെ വീണ അവിടെ കിടക്കത്തേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊന്നും വീഴില്ല, എല്ലാത്തിന്റെ അധിപനായ രോഹിത്താണ് ഞാൻ. ഇതൊക്കെ ഇങ്ങനെ നാവ് കുഴഞ്ഞാ പറയുന്നത്. എന്റെ കാലം അങ്ങനെയൊന്നും തെറ്റില്ല എന്ന് പറഞ്ഞ് കേറുമ്പോഴേക്കും വീഴാൻ തുടങ്ങുമ്പോ സുസ്മിത പോയി പിടിക്കും. ഇതിപ്പോ എന്നെ കൂടെ വീഴ്ത്തല്ലോ, കേറിപ്പോ അങ്ങോട്ട്, ആ കുപ്പിങ് തന്നേക്ക് എന്ന് പറഞ്ഞ് വാങ്ങിക്കുമ്പോ രോഹിത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ സുസ്മിത രോഹിത്തിനെയും താങ്ങി ഇങ്ങനെ നിൽക്കണേ. ഈ ഒരു കാഴ്ച കണ്ടുവരുന്ന ശ്യാമയും പപ്പിയും ഞെട്ടിപ്പോവും. ശ്യാമ അറിയോ, ഇനിയിപ്പൊ എന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ, എല്ലാം ഇവള് ചെയ്യെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ. അതിൽ സുസ്മിത വന്നിട്ട് പറയും, നീ കാര്യം അറിയാതെ നിന്ന് ചിലക്കാതെ, ഇവൻ താഴെ വീഴാൻ പോയപ്പോ പിടിച്ചതാണപ്പോ കുറ്റമായത്. ശ്യാമ അറിയും, താഴെ വീഴാൻ പാകാക്കിയത് നീ തന്നെയല്ലേ. രോഹിത് അപ്പോഴേക്കും അവിടെ കിടന്നിട്ടുണ്ട്. സുസ്മിത ഇതാ കിടക്കുന്നുണ്ട്, നീ തോളത്തെടുക്കേ എന്താന്ന് വെച്ചാ ചെയ്ത് കൊണ്ടുപോ എന്ന് പറഞ്ഞു പോകുമ്പോ ശ്യാമ പറയും, സുസ്മിതയെ കുടിപ്പിച്ചൊരു വഴിയാക്കിയിട്ട് നീ നിന്ന് ന്യായം പറയുന്നോ? സുസ്മിത അറിയും, അയ്യോ, സ്വന്തമായിട്ട് മോന്താൻ അറിയാത്തൊരു ഇളവാവ കൊച്ച്, ഇവനിങ്ങനെ തൊണ്ട നിറയും വരെ കുടിക്കുന്നുണ്ടെങ്കിലേ അത് നിന്റെ ഒറ്റ കുഴപ്പം കൊണ്ട് തന്നെയാ, നിന്റെ നടപ്പ് ദോഷം കൊണ്ട് എന്ന് പറഞ്ഞ് സുസ്മിത അവിടെ പോയിരിക്കും. അതിൽ ശ്യാമ, രോഹിത്തെ നോക്ക്, എന്നെ ഇങ്ങോട്ട് വീണ്ടും വിളിച്ചു വരുത്തിയത് ഇവളുടെയൊക്കെ വായിലിരിക്കുന്നത് കേൾക്കാനാണോ? രോഹിത്തെ എന്തൊന്നും മിണ്ടാത്തത്? രോഹിത്തേക്കും, നീ വീണ്ടും ഞാൻ ചത്തോന്ന് അറിയാൻ വേണ്ടി വന്നതാണോ? ശ്യാമ, അല്ല, ചത്തിട്ടില്ലെങ്കിലും കൊല്ലാൻ വേണ്ടി വന്നത് തന്നെയാ. കൂട്ടത്തിൽ മറ്റു ചിലരെയും ചിലപ്പോ കൊന്നിരിക്കും. സുസ്മിത പറയും, ശ്യാമേ, ഞാനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ നീ ഇങ്ങനെ ഇപ്പോ ഇവിടെ വന്ന് നിക്കില്ലായിരുന്നു. ഇവന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു അല്പസ്ഥാനം പോലും നിനക്കുണ്ടാവില്ലായിരുന്നു. കൊച്ചും തള്ളയല്ലേ, ജീവിച്ചു പൊക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോ തലയിൽ കയറി നരങ്ങാൻ വരുന്നോ? ഡേ സുസ്മിത, നിനക്കറിയില്ല, കൊല വിളിക്കും ഞാൻ എന്ന് പറഞ്ഞ മുടി കുത്തി പിടിക്കാണ്. വിട് എന്ന് ശ്യാമ പറയുന്നുണ്ടെങ്കിലും സുസ്മിത പിടിവിടുന്നില്ല. എന്റെ അമ്മയെ വിട് എന്ന് പറഞ്ഞ പപ്പി സുസ്മിതയെ പിടിച്ച് ഒറ്റ വെച്ചു കൊടുക്കും. എന്റെ അമ്മ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് പപ്പി ഇങ്ങനെ ശ്യാമയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോ സുസ്മിതയ്ക്ക് ദേഷ്യം വരും. മിണ്ടരുത്. പപ്പി ഇങ്ങനെ കരയണേ. സുസ്മിത വീണ്ടും പറയും, മിണ്ടാതെ നിൽക്കാൻ. ശ്യാമയോട് പറയും, അടങ്ങി നിന്നാ നിനക്കും കൊച്ചിനും ഇവിടെ കഴിയാം, അല്ലെങ്കിൽ പെട്ടിയും വട്ടിയൊക്കെ എടുത്തേ പുറത്തേക്ക് തള്ളിക്കളയും ഞാൻ. നീ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കരുത്. ശ്യാമയ്ക്കാണെങ്കിലേ വേറെ വഴിയൊന്നുമില്ലല്ലോ, എല്ലാം അനുഭവിക്കല്ലാതെ വേറെ വഴിയില്ലാതെ ഇങ്ങനെ അവിടെ നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് തങ്കച്ചൻ ഇങ്ങനെ മദ്യപിച്ച് സ്മോക്ക് ചെയ്തിങ്ങനെ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് എന്നിങ്ങനെ വിളി കേൾക്കുമ്പോ തിരിഞ്ഞു നോക്കും, ആരുമില്ല. പിന്നെയും പോകുമ്പോ വീണ്ടും ശബ്ദം കേൾക്കും, ആരും എന്നെ പിന്തുടരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചുറ്റും നോക്കിയങ്ങ് ആരാടത് എന്നൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങാണേ. പെട്ടെന്നായിരിക്കും, എന്താ തങ്കച്ച എന്ന് ചോദിച്ച അങ്ങോട്ട് സുബൈർക്ക് വരുന്നത്. നീ ആരോടെ സംസാരിക്കുന്നത്? സുബൈർക്കോ? എന്റെ പിന്നിൽ ആരോ ഉണ്ട്, അതെനിക്ക് ഉറപ്പാ, പക്ഷെ ആരാന്ന് ചോദിച്ചിട്ട് മിണ്ടുന്നില്ല, മുമ്പിലേക്ക് വരുന്നുമില്ല. സുബൈർക്കും ആർക്കെങ്കിലും എതിരായിട്ട് നീ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടോ? എന്താടാ, ആർക്കിട്ടാ നീ പണി വെച്ചത്? തങ്കച്ചൻ പറയും, ഞാൻ ആർക്കിട്ട് പണിക്കാനാ? സുബൈർക്ക് പറയും, എന്റെ വണ്ടിയിൽ സ്പിരിറ്റ് കയർത്തി വിഷ്ണുവിനെ കുടുക്കിയത് ആർക്ക് വേണ്ടിയിട്ടാടാ? എന്തായാലും അത് നിന്റെ തലയിലെന്ന് എനിക്കറിയാം, ആരാ നിന്റെ പിന്നിൽ കളിച്ചത്? അപ്പൊ എല്ലാവരും പറയാൻ മനസ്സില്ല, ഇക്ക് എന്ത് ചെയ്യും എന്ന് ചോദിക്കലും അതാ കിടക്കുന്ന താഴെ തങ്കച്ചന്റെ പുറത്തൊരൊറ്റ ചവിട്ട് കൊടുക്കും വിഷ്ണു. നിലത്ത് വീണ് കണ്ണൂർ നോക്കുമ്പോഴേക്കും വിഷ്ണുവിനെ കാണുന്നതും തങ്കച്ചൻ അങ്ങ് ഞെട്ടിപ്പോകും. അങ്ങനെ വിഷ്ണു തങ്കച്ചനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറയും, പറ തങ്ക, ആരാ എന്റെ വണ്ടിയില് സ്പിരിറ്റ് വെച്ചത്? നല്ല മാന്യായിട്ടാ ചോദിക്കുന്നത്. തങ്കച്ചൻ അത് കേട്ടിട്ട് പറയും, എനിക്കറിയില്ല. അറിയില്ലേ? അങ്ങനെ നീ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. സത്യം പറഞ്ഞാ വീട്ടിൽ പോയി കിടന്നുറങ്ങാം, ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും എന്നിങ്ങനെ പറയുമ്പോ ഹോഹോ, അപ്പൊ കൊട്ടേഷനായിട്ട് ഇറങ്ങിയിരിക്കണല്ലേ എന്ന് പറഞ്ഞ് തങ്കച്ചൻ വിഷ്ണുവിന് ഒരു തട്ട് വെച്ചു കൊടുക്കും. വിഷ്ണു ചിരിച്ചുകൊണ്ട് പറയും, അതെ, പറ തങ്ക, ആരാ നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്? പറയുടെ പന്ന എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴേക്കും തങ്കച്ചൻ കൈ പിടിച്ചു വെച്ച് തട്ടി മാറ്റിയിട്ട് പറയും, എന്നെ തളരുത്,
ഉള്ള കാര്യം പറഞ്ഞിട്ട് കാര്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? വിഷ്ണു അറിയും എന്തായാലും അക്കാര്യം ആലോചിച്ച് തങ്കച്ചൻ വിഷമിക്കേണ്ട, ഞാൻ നല്ല സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞേ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കും. പറയടാ. അതിൽ തങ്കച്ചൻ അപ്പ തന്നെ മറ്റേ വേണ്ട വിഷ്ണുവിനെ അടിക്കണേ. എടാ പന്ന എന്ന് പറഞ്ഞേ വീണ്ടും കൈ ഓങ്ങുമ്പോഴേക്കും ആ അടി പിന്നെ വിഷ്ണുവിനെ കൊള്ളുന്നില്ല. വേണ്ടാന്ന് വെക്കുമ്പോ നീ വേഷം കിട്ടിറക്കാനോടാ എന്ന് പറഞ്ഞ് പിന്നെ അവിടെ ഒരു അടിപിടി പൂരാണ്. സത്യം പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടെ കിടക്കും. പിന്നെതാ കൊക്കയിലേക്ക് വലിച്ചെറിയും. കുറച്ചു ദിവസം ചോട്ടാ നേതാവിന്റെ പേരിലെ അനുശോചനം അർപ്പിക്കാൻ കുറച്ച് ആൾക്കാരും ഉണ്ടാകും. പിന്നെ അതും അങ്ങ് നിൽക്കും. അതുകൊണ്ടേ ആ കളിക്ക് നീ നിൽക്കണ്ട. എന്തായാലും തുടങ്ങി, എന്നാ പിന്നെ ഇനി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ, ബാക്കി പോക്കുള്ളൂ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് പറയടാ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് അവിടെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു. ടാങ്കില് കാലുകൊണ്ട് തങ്കച്ചനെ ചവിട്ടി അമർത്തിയിട്ട് പറയും, ഇനി നീ ഭൂമിയിൽ വേണ്ട എന്ന് പറഞ്ഞ കയ്യിലുള്ള വളയൂരി പറയടാ, ജീവൻ വേണമെങ്കിൽ പറയടാ എന്ന് പറഞ്ഞ് കുത്താൻ തുടങ്ങുമ്പോഴേക്കും തങ്കച്ചൻ പറയും, വേണ്ട വിഷ്ണു, ഞാനെല്ലാം പറയാം. അപ്പോ തങ്കച്ചൻ പറയും, ബോസ് സാർ എന്റെ അടുത്ത് വന്ന് ആരും അറിയാതെ വിഷ്ണുവിന്റെ വണ്ടിയിലെ കുറച്ച് സ്പിരിറ്റ് ഒളിപ്പിച്ച് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചതാ. ഞാൻ സമ്മതിച്ചില്ല. അതിന്റെ ചെറിയൊരു ചുരുക്ക് എന്നെ കാണുമ്പോ അവർക്കുണ്ട്, അല്ലാതെ ഇതിന്റെ പിന്നിൽ ഞാനല്ല. പക്ഷേ ബോസിന്റെ അറിവോട് കൂടി തന്നെ അവര് വണ്ടിയിൽ സ്പിരിറ്റ് വെച്ചത്. എന്നിട്ട് പറയും, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിലേ ഇതുപോലെ ബോസ് സാറിന്റെ അടുത്ത് പോയി ചോദിക്കേ, എല്ലാ കാര്യങ്ങളും തത്ത പറയുന്ന പോലെ പറയും. വിഷ്ണു അതിന് തന്നെയാണ് നിൽക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി. രാഘവേട്ടനും ഭാമയും നല്ല ഉറക്കത്തിലാണ്. അല്പസമയം കഴിയുമ്പോ രാഘവേട്ടൻ കണ്ണു തുറക്കും. എഴുന്നേറ്റ് ഭാമയെ കണ്ടിട്ടില്ല, നോക്കുന്നുമില്ല. ഡോറൊക്കെ തുറന്ന് എങ്ങോട്ടൊന്നില്ലാതെ ഇറങ്ങി പോവാണ്. ആൾക്കിപ്പോ ഒന്നും ഓർമ്മയില്ല. ഡോക്ടർ പറഞ്ഞ പോലെ ചില മറവിയുണ്ട്. അങ്ങനെ ഇരുട്ടത്തെ എങ്ങോട്ടൊന്നില്ലാതെ നടന്നു പോവാ. ശേഷം ഇതേ സമയം ശ്യാമയും പപ്പിയും ഉറങ്ങണേ. പപ്പി ഉറങ്ങിയിട്ടില്ല, കണ്ണു തുറന്നിങ്ങനെ കിടക്കുക. പപ്പി സുസ്മിത നേരത്തെ വഴക്ക് പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ ശേഷം ശ്യാമയുടെ കൈയെടുത്ത് മാറ്റിയിട്ട്, അമ്മേ എനിക്കിവിടെ നിൽക്കാൻ പേടിയാ, അച്ഛനെയും എനിക്ക് പേടിയാ. അച്ഛൻ പഴയ അച്ഛനേ അല്ല, വേറെ ആരോ ആണ്. ഞാൻ ശാരദാമ്മയുടെ അടുത്തേക്ക് പോവാണ്. അവിടെ സത്യം ഉണ്ടല്ലോ, ചേച്ചിയമ്മ ഉണ്ടല്ലോ, ഞാൻ അവിടെ നിന്നോളാം. ഇവിടെ എപ്പോഴും ബഹളാ. അമ്മയെ അച്ഛൻ എപ്പോഴും തല്ലില്ലേ, അത് കാണാൻ എനിക്ക് വയ്യ, സങ്കടം വരും. അതാ ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കും. എന്നിട്ട് ശ്യാമയെ ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിൽ പറയും, ഞാൻ പോവാണ് കേട്ടോ അമ്മേ, എന്നെ കാണാതെ സങ്കടപ്പെടേ, വിഷമിക്ക്, കരയെ ഒന്നും ചെയ്യരുത്, പോട്ടെ അമ്മേ എന്ന് പറഞ്ഞിട്ട് പപ്പിമോളെ ആ വീട്ടിൽ നിന്ന് പടി ഇറങ്ങാണ്. രാത്രിയില് ആരും അറിഞ്ഞിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് ഈ രാത്രി ഇതേ സമയം വിഷ്ണു കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയം പപ്പി ഇങ്ങനെ നടന്നു പോകുമ്പോ മദ്യപിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, സ്മോക്കും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരറിയും, നോക്ക് അത് പാറ്, ഏറെ തമിഴന്മാരാണേ. അങ്ങനെ ആ കുട്ടിയോട് വയ്ക്കും, എങ്ങോട്ടാ പോകുന്നത്, ഈ ഒറ്റയ്ക്ക് എന്ന് നോക്കുമ്പോഴേക്ക് പപ്പി ഓടാൻ ശ്രമിക്കുമ്പോ, നില്ലടി അവിടെ എന്ന് പറഞ്ഞ് പപ്പിയുടെ വാ പൊത്തിപ്പിടിച്ച് കുഞ്ഞിനെ എടുക്കും. എന്നിട്ട് അവരവിടുന്ന് അപ്പുറത്തെ മറവിലേക്ക് കൊണ്ടുപോവാണേ. പെട്ടെന്ന് പപ്പിമോളെ എന്ന് വിളിച്ച് ശാലിനി സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുക. ഇത് ശാലിനി കണ്ടൊരു സ്വപ്നാണ്, പപ്പിയെ ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ. ശാലിനിക്ക് ആകെ ടെൻഷനാവും. സത്യം ഇങ്ങനെ നോക്കും. ശേഷം പപ്പിയുടെ ഈ കാര്യം ആലോചിച്ച് പിന്നെ ഉറക്കം കിട്ടുന്നില്ല. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോ എന്തോ ശബ്ദം കേൾക്കണേ. വിഷ്ണുവാണ് അവിടെ ഉള്ളത്. പക്ഷെ ഒരു നിഴല് മാത്രമേ കാണുന്നുള്ളൂ. ആരത്, ആരാ എന്നിങ്ങനെ ചോദിക്കുമ്പോ വിഷ്ണു അടുത്തേക്ക് ഓടി വരും. വിഷ്ണു ആണെന്ന് മനസ്സിലാകുമ്പോ, വിഷ്ണുട്ടാ എന്ന് പറഞ്ഞ് ജനലിനടുത്തേക്ക് ചെല്ലും. ഷാൽ എന്ന് വിളിച്ച് കയ്യില് പിടിക്കും. ശാലിനി വയ്ക്കും, വിഷ്ണുട്ടാ ഇതെന്തു കോല, അതിനെ വിളിച്ച് താമസിക്കല്ലേ, ആൾക്കാരുടെ കണ്ണിൽ പെടാതെ വേണ്ട നടക്കാൻ. ശരിക്കും പെട്ടുപോയ അവസ്ഥയാണ്. അല്ല തന്റെ കാര്യം എങ്ങനെയാ? ശാലിനി പറയും, എനിക്ക് നിർബന്ധിത ലീവാ. സ്പിരിറ്റ് കള്ളക്കടത്തുകാരന്റെ ഭാര്യ കളക്ടറായിട്ട് ഇരുന്നാലേ അന്വേഷണത്തിലെ സ്വാധീനം ചെലുത്തുന്നു പറഞ്ഞ് വിഷ്ണു പറയും, എല്ലാത്തിനും പിന്നിൽ ആ ചന്ദ്രബോസാണ്. എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടാവും മാർക്ക്. അതിനുവേണ്ടിയാ ഇങ്ങനൊരു സ്പിരിറ്റ് നാടകം കളിക്കുന്നത്. എന്ത് നാടകം കളിച്ചിട്ടാണെങ്കിലും വിഷ്ണുവേട്ടനെ സ്വന്തം വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്ത അവസ്ഥയാക്കിയില്ലേ. വിഷ്ണുവേട്ടൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? വിഷ്ണുവിന്റെ മുഖം കാണുമ്പോ തന്നെ ഇല്ലെന്ന് മനസ്സിലാകും. വിഷ്ണുവേട്ടൻ വാ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം എന്ന് പറഞ്ഞ് പോക്കാൻ തുടങ്ങുമ്പോ വിഷ്ണു പിടിച്ചു വെക്കും. ഈ ഓട്ടത്തിനിടയിൽ എവിടെന്നെങ്കിലുമൊക്കെ കഴിക്കും, വിശപ്പടക്കാൻ വേണ്ടി മാത്രം. എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ, എങ്കിലേ സമാധാനത്തോടു കൂടെ കഴിക്കാൻ പറ്റൂ. എനിക്ക് അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഉടനെ പോണം. ശാലിനിക്കും വിഷ്ണുവേട്ടന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. വിഷ്ണു അതിനു വേണ്ടിയിട്ടാണല്ലോ ഹൗമാരി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ തളർന്നു പോകരുത്. അവരെത്രത്തോളം ചവിട്ടിയാലും പൂർവാധികം ശക്തിയോടെ നമ്മൾ ഉയർന്നു വരണം. ശാലിനി പറയും, പക്ഷേ ഇപ്പൊ നമുക്ക് അതിനും പറ്റുന്നില്ലല്ലോ. വിഷ്ണു പറയും, അതിനാദ്യം എന്റെ നിരപരാധിത്വം തെളിയിക്കണം. സ്പിരിറ്റ് നമ്മുടെ വണ്ടിയില് മനഃപൂർവ്വം വെച്ചതാണെന്ന് തെളിവ് സഹിതം അറിയിക്കേണ്ടവരെ അറിയിക്കാം, ചന്ദ്രബോസിന്റെ തലയ്ക്ക് മുകളിലുള്ളവരെ. എങ്കിലും മാത്രമേ എനിക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. അതുവരെ എനിക്കിങ്ങനെ ഒളിവിൽ കഴിയാനേ പറ്റൂ. ശാലിനി പറയും, വിഷ്ണുവിനകത്തേക്ക് വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ, വേണ്ട ശാലിനി എന്ന് പറഞ്ഞ് വിഷ്ണു ആ കൈ പിടിച്ചു വെക്കും. വേണ്ട, ഈ ആദ്യ പിടിച്ചുള്ള ഓട്ടത്തിനിടയിലെ വിഷക്കണില്ല. പിന്നെ തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അതാ കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഞാൻ ഇങ്ങോട്ട് വന്നത്. സത്യം ഇങ്ങനെ നോക്കും. ഇറങ്ങിയോ? ശാലിനി പറയും, അച്ഛനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അവള് ചോദിക്കും. ഞാൻ ഓരോന്ന് പറയും, പക്ഷേ മറ്റുള്ളവരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം അവൾക്കറിയാം.
ഞാൻ വിളിക്കണോ? വിഷ്ണുരും ഈ ഒരവസ്ഥയില് അവനെ കാണണ്ട. ശാലിനിയും എങ്കിലേ ഞാൻ വിഷ്ണുവായിട്ട് നിൽക്കാൻ ഞാൻ പുറത്തേക്ക് വരാം. വിഷ്ണുരും വേണ്ട, നമ്മുടെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു മതിലിനപ്പുറം ഇപ്പുറം നിന്ന് ഇഷ്ടം കൈമാറുന്നത്, അതുപോലെ എനിക്ക് ഈ ജനലിനപ്പുറത്ത് നിന്നിട്ട് സ്നേഹം കൈമാറാം എന്ന് പറഞ്ഞ് ശാലിനിയുടെ കൈകൾ ഇങ്ങനെ മുറുകെ പിടിക്കും. ശാലിനി കണ്ണൊക്കെ നിറഞ്ഞ് വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുക സങ്കടത്തോടു കൂടെ. വിഷ്ണുവും അങ്ങനെ അവര് നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്